ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫ്രീക്വൻസി ടേബിൾ. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഫ്രീക്വൻസി ടേബിൾ എന്താണ്? ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ഓഫ് ഡാറ്റ ഇൻ ടു ഓർഡേർഡ് ക്ലാസ്സസ് ആൻഡ് ഡിറ്റർമൈനിങ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈച്ച് ഓഫ് ദി ക്ലാസ്സസ്. അതായത് ഒരു ഡാറ്റ നമുക്ക് കിട്ടി, ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ കുറേ മാർക്കുകൾ നമുക്ക് കിട്ടി. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ ചെയ്തിട്ട് അതിൽ ഓരോ ക്ലാസ് ആക്കി മാറ്റും. ഇപ്പോൾ 10, 20, 30. അപ്പോൾ ഈ ഒരു എത്ര പേർക്ക് ഇതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഫ്രീക്വൻസി രേഖപ്പെടുത്തും. അതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. നെക്സ്റ്റ് പറഞ്ഞത് ഫ്രീക്വൻസി ടേബിൾ എന്താണ്? ടാബുലർ ഫോം ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇപ്പോൾ ഒരു ഡാറ്റ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ടാബുലർ ഫോം ആക്കി മാറ്റുന്നതാണ് എന്ത്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് ഇൻ്റർവൽ, ക്ലാസ് ഫ്രീക്വൻസി. ഓക്കെ, 150 to 153. അപ്പോൾ അത് എത്ര ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്? 7% ഉണ്ട് അതിൻ്റെ ഇടയിൽ. ദെൻ 154 to 157, അതിലും 7% ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലാസ് ആക്കി മാറ്റിയിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്, അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് സീരീസ്. ഇപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടുമ്പോൾ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഏജ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഒരു +1 +2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ ഏജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്ത് ചെയ്യാം, 14, 15, 16, 17 ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്ക് ഓരോ ഡിസ്ക്രീറ്റ് സീരീസ് ആക്കി മാറ്റാം. ഡിസ്ക്രീറ്റ് സീരീസ് ആണ് അതിന് പറയാം. ഇതിന് നമുക്ക് എന്താണ്, ഒരു റേഞ്ച് ഇല്ല. അതായത് ഇന്ന ക്ലാസ് നമ്മൾ പറയുന്നില്ല, ഇത് ഓരോ നമ്പർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓൾ ദ വാല്യൂസ് ആർ ഡിവൈഡഡ് ഇൻ ടു സെർട്ടൻ ഗ്രൂപ്പ്സ് ആൻഡ് ദീസ് ഗ്രൂപ്പ്സ് ആർ നോട്ട് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് അല്ലാത്ത വാല്യൂസൊക്കെ എന്താണ്, ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഓക്കെ, ഇപ്പോൾ 40 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ എത്ര പേർക്കുണ്ട്, അതിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അതിൽ കണ്ടിന്യൂസ് സീരീസ്. ടൈപ്സ് ഓഫ് സീരീസിൽ രണ്ടാമത്തെ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂസ് ആർ ഡിവൈഡഡ് ആൻഡ് അലോട്ടഡ് ടു ഈച്ച് ക്ലാസ് ആൻഡ് ദർ വിൽ ബി ക്ലാസ് ഇൻ്റർവെൽ. അവിടെ എന്തുണ്ടാവും, ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടാവും. അപ്പോൾ 0 to 5 അവിടെ എന്തുണ്ട്, 0 to 5ൽ 5 ആണ് ക്ലാസ് ഇൻ്റർവെൽ. ദെൻ 5 to 10 5 ആണ് ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, ഈ ക്ലാസ് ആക്കി തിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, കണ്ടിന്യൂസ് സീരീസ് ആണെന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കിത് പറയാം. ബിക്കോസ് ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എന്താണ്, കണ്ടിന്യൂസ് അല്ല, ഇവിടെ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇൻ്റർവെല്ലില്ല, ക്ലാസ് ഇൻ്റർവെല്ലില്ല. ഇവിടെ എന്തുണ്ട്, ക്ലാസ് ഇൻ്റർവെല്ല് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് എക്സ്ക്ലൂസീവ് മെത്തേഡും അതുപോലെ തന്നെ ഇൻക്ലൂസീവ് മെത്തേഡും. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ക്ലാസ് ഇൻ്റർവെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇതാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതിൽ 1 to 8 അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, 15 അല്ലേ. ദെൻ ഇവിടെ കണ്ടില്ലേ 1 to 8 എന്ന് പറഞ്ഞതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1ഉം അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ് 8ആണ്. ദെൻ നെക്സ്റ്റ് ക്ലാസ് നോക്കൂ, 8 to 15. അതിലെന്താണ്, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റാണ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്. ഓക്കെ, അങ്ങനെയാണ് അത് നോക്കുന്നത്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഹയർ ലിമിറ്റ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. ദെൻ 8 to 15 കഴിഞ്ഞിട്ട് നോക്കൂ, 15 to 22. അപ്പോൾ 15 എന്താണ്, സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഹയർ ലിമിറ്റാണ് 15. അത് തേർഡ് ക്ലാസ്സിൻ്റെ എന്തായി, ലോവർ ലിമിറ്റായി. ഓക്കെ, അതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇത് നെക്സ്റ്റാണ് അതിലുള്ളത് ഇൻക്ലൂസീവ് മെത്തേഡ്. ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് അപ്പർ ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ 1 to 7 ആണെങ്കിൽ 1 to 7 ആണെങ്കിൽ ഇപ്പോൾ 7 കിട്ടിയവരുടെ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും.
ഓക്കെ, 7 അടക്കമുള്ളവരിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ 15 ആണ് ഇതിൽ ഫ്രീക്വൻസി തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് എന്താണ്? 7 കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് വരുന്നത്. അപ്പോൾ 1 to 7 വരെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യും? നമ്മൾ 1 to ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നവരാണ് 8 to 14 ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? 14 ഉള്ളവരെ കൂടി നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എക്സ്ക്ലൂസീവ് മെത്തേഡിൽ എക്സ്ക്ലൂഡ് ചെയ്യും, ഹയർ ലിമിറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യും, ഇൻക്ലൂസീവ് മെത്തേഡിൽ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് അതിലുള്ളതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഡിസ്ക്രീറ്റ് സീരീസ് പറഞ്ഞു, അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ് പറഞ്ഞു, ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസ്. ഇത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് സീരീസ് ഇൻ വിച്ച് ദ ഫ്രീക്വൻസീസ് ആർ കണ്ടിന്യൂസ്ലി ആഡഡ് കറസ്പോണ്ടിങ് ടു ഈച്ച് ക്ലാസ് ഇൻ്റർവൽ ഇൻ ദി സീരീസ്. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻസീസ് എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അതായത് ആഡ് ചെയ്യും. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി സെക്കൻഡ് ക്ലാസ്സിനോട് ആഡ് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എഴുതുക. അങ്ങനെ കൂട്ടി 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 ലാസ്റ്റ് നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. അതാണ് പറയുന്നത്. ദർ ആർ ടു വേസ് ഓഫ് കൺവേർട്ടിംഗ് ദിസ് സീരീസ് ഇൻ ടു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസ്. ഫസ്റ്റ് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് മേ ബി എക്സ്പ്രസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് അപ്പർ ക്ലാസ് ലിമിറ്റ്സ് ഓഫ് ദി ക്ലാസ് ഇൻ്റർവൽ. അതായത് ഓരോ ക്ലാസ്സിൻ്റെ അപ്പർ ക്ലാസ് ലിമിറ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് മേ ബി എക്സ്പ്രസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ലോവർ ക്ലാസ് ലിമിറ്റ്സ് ഓഫ് ദി ക്ലാസ് ഇൻ്റർവൽ. ലോവർ ക്ലാസ് ലിമിറ്റിൻ്റെ, അതായത് ഒരു ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ലിമിറ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ ക്ലാസ് ഇൻ്റർവൽ കണ്ടോ? 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. അതിലെ ഫ്രീക്വൻസി എന്താണ്? 3, 8, 9, 15, 4, 5. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ പറയുന്നത് 40 ആണ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? 3 തന്നെ വെക്കും. ദെൻ നെക്സ്റ്റ് അതിനോടുകൂടി 3 + 8, അതായത് 3 + 8, ദെൻ 8 + 9, ടോട്ടൽ കിട്ടി നമുക്ക് 11 കിട്ടി. സെക്കൻഡ് ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് 11 കിട്ടി. ദെൻ അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? 3 + 8 + 9 ആണ്. ഈ 3 പ്ലസ് ചെയ്തിട്ടാണ് മൂന്നാമത്തിൻ്റെ ഫ്രീക്വൻസി കിട്ടുന്നത്. ദെൻ അതിനോട് നെക്സ്റ്റ് ഫ്രീക്വൻസി ആഡ് ചെയ്തു, 15, 35 കിട്ടി. ദെൻ 5 ആഡ് ചെയ്തു, 40 കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇതൊരു മെത്തേഡാണ് കേട്ടോ. ഇതിന് നെക്സ്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ടോട്ടൽ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് കുറച്ചിട്ട് കൊണ്ടുവരും. ഇത് നമ്മൾ ആഡ് ചെയ്താണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കുറച്ചിട്ട് കൊണ്ടുവരിക. ഓക്കെ, ഒന്ന് ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് ഇതിൽ ടാലി മാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് ഉണ്ട്, ഒബ്സർവേഷൻസ് ഉണ്ട്, ടാലി മാർക്ക് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, ക്ലാസ് മാർക്ക് ഉണ്ട്. ഓക്കെ, ഈ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞത് ഇതിൻ്റെ മിഡ് വാല്യൂ ആണ്. ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂ ആണ് ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻസ് 0 to 10 എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല. ഫ്രീക്വൻസി എന്താണ്? 1. ദെൻ 10 to 20 എത്ര ഉണ്ട്? ഒബ്സർവേഷൻസ് ഉണ്ട് 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫ്രീക്വൻസി 8, മിഡ് വാല്യൂ 15. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്സർവേഷൻസ് ഉണ്ട്. ഈ എണ്ണി നോക്കണം, എന്നിട്ടാണ് നമ്മൾ ടാലി മാർക്ക് ചെയ്യുന്നത്. എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ടാലി മാർക്കാണ് ചെയ്യുന്നത്. അതിൽ ഫ്രീക്വൻസി എത്ര ഉണ്ട്? അപ്പോൾ അത് ടാലി മാർക്കും ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും, സെയിം ആവണം എന്നാണ്. എന്നാലും നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് അടുത്ത ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ടാലി മാർക്കിങ്ങും അതുപോലെ തന്നെ ക്ലാസ്, ഒബ്സർവേഷൻസ്, ടാലി മാർക്ക്, ഫ്രീക്വൻസി, ക്ലാസ് മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇനി കണ്ടിട്ടില്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ്സിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതെല്ലാവരും കാണണം. താങ്ക് യു.